അതീവ രസകരമായിരുന്നു ആ ദാമ്പത്യം. ആയിഷ എന്ന് നീട്ടി വിളിക്കാതെ ആയിഷ് എന്ന് കുറുക്കിയാണ് തിരുനബി വിളിക്കാറ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബീവി ഇറച്ചി കടിച്ചു പറിച്ച സ്ഥലത്ത് വെച്ചു തന്നെ തിരുനബിയും കടിക്കും. പാനം ചെയ്യുമ്പോൾ ബീവിയുടെ ചുണ്ടു ചേർന്നയിടത്തു തന്നെ അവിടുത്തെ ചുണ്ടു പതിയും. കുളിക്കുമ്പോൾ മത്സരിച്ച് വെള്ളം കോരും. വിവാഹം കഴിഞ്ഞ ആദ്യ വർഷങ്ങളിലൊരിക്കൽ തിരുനബിയുടെ യാത്രാ സംഘത്തിൽ ബീവിയുമുണ്ട്. ഒരിടത്തെത്തിയപ്പോൾ അവിടുന്ന് സഹയാത്രികരോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. പിന്നെ അവർ രണ്ടുപേരും ഒരോട്ട മത്സരം നടത്തി. മത്സരത്തിൽ ബീവിക്കു തന്നെ ജയം. വർഷങ്ങൾ പിന്നിട്ട് ബീവി അല്പം തടിയും വലുപ്പവും വെച്ച ശേഷം വീണ്ടും ഒരോട്ട മത്സരം. ഇത്തവണ ജേതാവ് തിരുനബി. ഇത് അന്നത്തേതിന് പകരമാണെന്ന് അവിടുന്ന് പറയുകയും ചെയ്തു. നബിയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം ഒരിക്കൽ ബീവി തന്നെ തുറന്നു പറയുന്നുണ്ട്. അതിങ്ങനെ ഉദ്ധരിക്കാം. ബീവി പറയുന്നു, ഒരിക്കൽ തിരുമേനി എന്നോട് പറഞ്ഞു, ആയിഷ, നീ എന്നോട് ഇഷ്ടത്തിലായാലും ദേഷ്യത്തിലായാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അതെങ്ങനെയാണ്? ഞാൻ ചോദിച്ചു. ഇഷ്ടത്തിലാണെങ്കിൽ നീ പറയുക ലാ വറബ്ബി മുഹമ്മദിൻ എന്നാണ്, സ്നേഹത്തിലല്ലെങ്കിൽ ലാ വറബ്ബി ഇബ്രാഹിം എന്നും. അത് കേട്ടപ്പോൾ ഞാനും പറഞ്ഞു, അതെ അതെ, പക്ഷേ അള്ളാഹുവാണ് സത്യം, ഞാൻ അങ്ങയുടെ പേര് പറയാതിരിക്കുകയേ ചെയ്യുന്നുള്ളൂ. അവരുടെ അനിഷ്ടത്തിൻ്റെ അങ്ങേയറ്റമെന്നാൽ തൽക്കാലം തിരുനബിയുടെ പേര് ഉച്ചരിക്കാതിരിക്കും എന്നതേ ഉള്ളൂ. മറിച്ച് വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിൽ പോലുമോ മറ്റൊരു തരത്തിലും അനിഷ്ടമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഈ വരി.